നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചോദ്യവുമായിട്ടാണ് മുന്നിലേക്ക് എത്തുന്നത്. ഈ ചോദ്യം ജപത്തെക്കുറിച്ചാണ്. ആധ്യാത്മികമായിട്ടുള്ള പരിശീലനം നടത്തുന്ന ആളുകളിൽ, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അനുഷ്ഠിക്കുന്ന ഒരു മാർഗമാണ് നാമജപത്തിൻ്റെതായിട്ടുള്ള ജപം. മന്ത്രജപമാവട്ടെ, നാമജപമാവട്ടെ, ഇങ്ങനെ ജപത്തിലൂടെ കഴിയുന്നത്ര സമയങ്ങളിലൊക്കെ ജപത്തിൽ മുഴുകുന്ന ആളുകളുണ്ട്. അതൊരു ധ്യാനത്തിന്റെ രീതിയായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ജപത്തിന്റെ ഒരു രീതിശാസ്ത്രം എന്താണ് അതിന്റെ ശാസ്ത്രീയത, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടിയായിട്ടാണിത് ഈ വീഡിയോ. ഇപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ധ്യാനം എന്നത് അഷ്ടാംഗ യോഗത്തിലെ ഒരു സ്റ്റേജിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ്. പ്രാണായാമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ധ്യാനം. ആ ധ്യാനത്തിനായിട്ട് ജപത്തെ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ധ്യാനം എന്നത് മനസ്സിനെ, പല വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുകയും ഒരു വിഷയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ധ്യാനത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം. അങ്ങനെ ധ്യാനത്തിലൂടെ നമ്മൾ വിഷയരാഹിത്യത്തിലേക്ക്, ചിത്തവൃത്തി നിരോധനത്തിലേക്കാണ് അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിക്കുക, നമ്മൾ ആന്തരികമായി ഉള്ളിലേക്ക് തിരിക്കുകയും മറ്റ് വിഷയരഹിതമായിട്ട് മനസ്സിനെ മാറ്റുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ അവബോധത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത്. അപ്പൊ ധ്യാനത്തിനായുള്ള ഉപാധിയായിട്ട് നമ്മൾ ജപം പരിശീലിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്, എല്ലാവരും ഇപ്പോൾ ലളിതാ സഹസ്രനാമം അങ്ങനെ ഏതെങ്കിലും ഒരു നാമമാണെങ്കിൽ ആളുകൾ ഈ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ഓരോ നാമങ്ങളും ഇങ്ങനെ വായിക്കുന്നതാണ്. ഇങ്ങനെ നാമങ്ങൾ വായിച്ച് ഈ 1000 നാമങ്ങളും വായിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് ഈ നാമജപം നടത്തുന്നതാണ്. ഈ ലളിത 1000 നാമവും ദേവിയുടെ ഈ 1000 നാമങ്ങളും ജപിക്കുന്നതാണ്. ഇപ്പോ നാമജപം ചെയ്യേണ്ട ഒരു ശരിയായ രീതി അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല ശരിക്കും നാമജപത്തിന്റെ ഒരു ശാസ്ത്രീയ രീതി. നമ്മൾ ഓരോ നാമം ജപിക്കുമ്പോഴും ആ വാക്ക് ഉച്ചരിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മനസ്സിനെ അതിൽ പൂർണ്ണമായി കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മനസ്സിനെ നാമത്തിൽ നമ്മൾ ലയിപ്പിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ധ്യാനം സാധ്യമാവുള്ളൂ. അതെങ്ങനെ ഇപ്പൊ മനസ്സിനെ നമ്മൾ ധ്യാനത്തിൽ ലയിപ്പിക്കുക എന്നുള്ളത്, ഓരോ നാമത്തിനും അതിൻ്റെതായ ഒരു രൂപവും അതിൻ്റെതായ ഒരു ഭാവവും ഉണ്ട്. അപ്പൊ ലളിതാ സഹസ്രനാമത്തിലത്തെ ഒരു നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ദേവിയുടെ ഒരു പ്രത്യേക രൂപത്തെയാണ് നമ്മൾ ആ നാമമായിട്ട് ആ നാമത്തിൽ പരിഗണിക്കുന്നത്. ഒരു നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ദേവിയുടെ ഒരു പ്രത്യേക രൂപവും കൂടി അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മളുടെ മനസ്സ് അതിലേക്ക്, ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ രൂപം കൊണ്ടുവരണം. ഓരോ നാമത്തിനും ഓരോ രൂപമാണുള്ളത്. അതിനൊക്കെ ഓരോ ഭാവവും ഉണ്ട്. ആ ഭാവവും മനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ ആ രൂപവും, സഹസ്രനാമത്തിലെ ഓരോ നാമത്തിൻ്റെയും രൂപവും ഭാവവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിൽ മനസ്സിലേൽപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോ നാമവും ചെയ്യാൻ. അപ്പൊ അതെങ്ങനെയാണ് സാധ്യമാവുക? നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഈ ഓരോ നാമത്തിനും അനുസരിച്ച രൂപത്തെ ഒരു സിനിമയിൽ എന്ന പോലെ നമ്മളുടെ മുന്നിൽ കാണണം. നമ്മളുടെ അകക്കണ്ണിൽ നമ്മൾ കാണണം, ഉള്ളിൽ നമ്മൾ അത് കാണണം. ഓരോ രൂപത്തെയും കണ്ട് ആ ഭാവത്തിൽ വർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വരുത്തണം. ആ ഭാവത്തിലും കൂടി ലയിക്കണം. രൂപത്തിലും ഭാവത്തിലും നമ്മൾ ലയിച്ചിട്ട് ആ ശബ്ദത്തിലും അങ്ങനെ ഇത് മൂന്നും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് വേണം മനസ്സിനെ അതിൽ ഏകാഗ്രതപ്പെടുത്തണം. ഏത് രൂപമാണോ ഈ നാമത്തിൽ പറയുന്നത്, ആ രൂപത്തിൽ നമ്മൾ ദേവിയുടെ മനക്കണ്ണിൽ ദർശിക്കണം. ആ ഭാവവും നമ്മളുടെ മനസ്സിലുണ്ടാവും, ദേവിയുടെ ആ ഭാവവും. അങ്ങനെ വേണം നമ്മൾ ഓരോ നാമവും ജപിക്കാൻ. നാമം ജപിക്കാൻ നമ്മൾ സഹസ്രനാമം തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ വള്ളത്തോൾ കവിത എടുത്തിട്ട് നമ്മൾ
ചൊല്ലിയാലും നമുക്ക് ഈ നാമജപത്തിന്റെ ഗുണങ്ങളൊക്കെ കിട്ടും. മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താനുള്ള ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ്. കുറച്ച് തമാശയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ കവിതയാണ് ചൊല്ലുന്നതെങ്കിലും ആ കവിതയിലത്തെ ഓരോ വരിയിലെയും ഓരോ വാക്കിലെയും അർത്ഥത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് വേണം ആ കവിത ചൊല്ലാൻ അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ അല്ലാതിരുന്നെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇല്ലാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ അതിൽ ലയിപ്പിക്കാതെ നമ്മൾ ഏത് നാമജപം നടത്തിയിട്ടും കാര്യമില്ല. ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചെറിയ ഗുണമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ആ വായിക്കുന്ന സമയത്തെങ്കിലും അതിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് ആ ഭാവങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ തലപൂഴ്ത്തി നമുക്കിതിൽ മുഴുകാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ജപിക്കുമ്പോൾ നമ്മൾ അതിന് പൂർണ്ണമായിട്ടും അതിൽ ലയിച്ചിട്ട് വേണം ജപിക്കാൻ. അങ്ങനെയാണെങ്കിൽ സ്പിരിച്വലി ആത്മീയമായ ഉണർവ്, ആ ധ്യാനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. പെട്ടെന്ന് ഉണ്ടാവും. മനഃശാന്തിയൊക്കെ പെട്ടെന്ന് നമുക്ക് കൈവരും. ഈ തരത്തിലാണ് നമ്മൾ നാമജപം നടത്തുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ശാന്തമാവും. മനസ്സ് ശാന്തമാവും തോറും നമ്മളുടെ ഉള്ളിൽ ആനന്ദം കൂടിക്കൂടി വരും. ഒരു കാരണവുമില്ലാത്ത ആനന്ദം. കാരണം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ആനന്ദത്തിലാണ്. ഈ മനസ്സ് അതിൻ്റെ മുകളിൽ വികസിച്ചു വന്നതുകൊണ്ടാണ്, ചിന്തകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ ദുഃഖഭരിതമായി തീർന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അത് തിരിച്ചറിയാതെ പോകുന്നു. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി വരുമ്പോൾ, ചിന്തകളുടെ ഒഴുക്കിനെ നമ്മൾ കുറച്ച് വരുമ്പോൾ ഒരു ചിന്താരാഹിത്യം, ചിന്തകളില്ലാത്തൊരവസ്ഥ വരും. നമ്മൾ പൂർണ്ണമായ അവബോധത്തിൽ, ജാഗ്രതയിൽ, പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയും, അതിൽ നമ്മൾ എത്തിച്ചേരും. ആ സമയത്ത് നമ്മളുടെ യഥാർത്ഥ പ്രകൃതം അതാണ്, ആനന്ദമാണ്. അപ്പോൾ അവബോധം എന്നത് ആനന്ദമയമാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ ജപത്തെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നാമജപങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് സ്വയം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അങ്ങനെ അനുഭവം ഉണ്ടാവുമ്പോൾ ആ സന്തോഷം എന്നെ വിളിച്ചറിയിക്കുന്നതിൽ എനിക്കും സന്തോഷം വേണം. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അനേക രഹസ്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇന്നേ വരെ മറ്റൊരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത അത്രയും രഹസ്യവിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്, പിൻ നമ്പർ സഹിതം വാട്സാപ്പ് ചെയ്യുക.